ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗൗരീസ് ടേസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. ചക്ക വേവിച്ചത്. ഇതിനെ ചിലയിടത്ത് ചക്ക വേവിച്ചെന്ന് പറയും, ചിലയിടത്ത് ചക്ക പുഴുക്കെന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ചെറിയൊരു പോർഷനാണ് കാണിക്കുന്നത്. ഒരു ബൗളിനകത്ത് കൊള്ളത്തക്ക രീതിയിൽ കുറച്ച് ചക്കയാണ്. അത് സ്ക്വയറായിട്ട് ഇതേപോലെ അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, പിന്നെ വേണ്ടുന്നത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ചക്ക ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി അധികം ഇരിക്കട്ടെ. പിന്നെ പച്ചമുളക്, കുരുമുളക്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പിന്നെ ഇതിൽ ചക്ക വേവിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഉപ്പും വെള്ളവും ചേർക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ അരപ്പ് ചേർക്കുമ്പോൾ ആ സമയത്ത് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് വേഗ് കൂടുതലാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത്. വേണമെങ്കിൽ വേകാണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടെ വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പച്ചക്കറികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ ഇതേപോലെ ചക്കയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു, വിട്ടുപോയതാണ് പറയാൻ. അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ തേങ്ങയും നമ്മളെടുത്ത് ആദ്യമേ കാണിച്ച് എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ, ജീരകം, പച്ചമുളക് അങ്ങനെയൊക്കെ ഇല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് തരിതരിപ്പായിട്ട്, നന്നായിട്ട് പേസ്റ്റായിട്ട് അരേണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പൊന്ന് വേകാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ എനിക്ക് ഈ ചക്ക നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുകയും വേണം. പിന്നെ ഈ ചക്കയിൽ നല്ല പോലെ അരപ്പും വേണം. അപ്പോൾ ഇത്രയും അരപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർക്കണ്ട. പിന്നെ ഈ ചക്ക നന്നായിട്ട് അത്രയും കുഴഞ്ഞിരിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളവും ചേർക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും, ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്താൽ പണി കഴിയും. പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചക്കയും കുറച്ച് മീൻചാറും പിന്നെ ഇത്തിരി മോരും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ ഇപ്പം ഇത്തിരി കുഴഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണുമ്പോഴേക്കും ടാറ്റാ.